നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നേരത്തെ ലോഡറക്കിയ വീഡിയോ കണ്ടില്ലേ? ലോഡറക്കി കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് നേരം വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാം, തൃശ്ശൂർക്ക് പോവാം. തൃശ്ശൂർക്കല്ല, നമുക്ക് നാളെ നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് നമുക്കൊരു ലോഡുണ്ട് വേറെ പുതിയൊരു സ്ഥലത്തേക്കാണ്. ആസാമും മേഘാലയ കഴിഞ്ഞ് ആസാം സിലിച്ചറിലേക്കാണ് ലോഡ്, അത് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഈ പമ്പിൽ ഇപ്പോൾ ഡീസൽ ഫുള്ളാക്കണം. കാരണം കേരളം, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഡീസലിൻ്റെ വില കൂടുതലാണല്ലോ. അത് കാരണം നമ്മൾ ഇവിടുന്ന് ഭാരതിനെ ഇവിടുന്ന് ഫുള്ളാക്കണം. തിരിച്ചു വരുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു വണ്ടി ഫുള്ളാക്കുമ്പോൾ ഒരു 400 ലിറ്ററോളം ഡീസൽ വരും. കേരളത്തിലെ ഡീസൽ അത്രയും റേറ്റ് ഇവിടുത്തെ തമിഴ്നാടുമായിട്ട് വില വ്യത്യാസം 2 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഇത് കളയേണ്ട വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുള്ളാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന യാത്ര ഭാഗങ്ങളൊന്നും പിടിക്കും. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് പാലക്കാട് ടോൾ കൊടുക്കാതെ പോകുന്നൊരു വഴിയുണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റേ ചെറുവണ്ടി കൊണ്ട് വരുന്ന വീഡിയോ പല പ്രാവശ്യം ആയിട്ടുണ്ട്. ഈ 14 വീല് വണ്ടി ആ വഴിക്ക് പോകുന്ന വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ആ വീഡിയോ ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ ആ വീഡിയോ പിടിക്കാം കേട്ടോ. പാലക്കാട് വാളയാർ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ തിരിഞ്ഞു പോകണ ആ വീഡിയോ പിടിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ ഡീസലിൻ്റെ റേറ്റ് ഉണ്ട് 94.63. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫുള്ളാക്കി കഴിഞ്ഞാൽ ഒരു 300, 400, 400 ലിറ്റർ ഡീസലോളം പിടിക്കും നമ്മുടെ വണ്ടിയിൽ. നമ്മളവിടുന്ന് ഡീസൽ അടിച്ച് നേരെ ഒന്ന് കോയമ്പത്തൂർ LNT ബൈപ്പാസിലേക്ക് ഒന്ന് കയറി. കാണണ LNT ബൈപ്പാസ് കേട്ടോ. ഈ വഴി കൂടെ തന്നെ നമ്മൾ നേരെ പോകും. ഇതാണ് LNT ബൈപ്പാസ്. നമ്മളങ്ങനെ LNT ബൈപ്പാസ് കഴിഞ്ഞു കേട്ടോ. LNT ബൈപ്പാസ് കഴിഞ്ഞ് പാലക്കാട് റോഡിലേക്ക് നമ്മളാ വന്ന വഴി എങ്ങോട്ടും മാറിയിട്ടില്ല. നോക്കിയാ വണ്ട മലകൾ നോക്കിയാ കുറേ ഉണ്ട്. നമ്മളങ്ങനെ RTO ചെക്ക് പോസ്റ്റ് ആയിട്ടാ മുമ്പിൽ കാണുന്ന ചാവടി RTO ചെക്ക് പോസ്റ്റ്. ഇതാണ് ചാവടി RTO ചെക്ക് പോസ്റ്റ്. ഇതുണ്ടോ ഒരു മല കണ്ടോ, വണ്ട മല. നമ്മളെ നേരത്തെ ചെക്ക് പോസ്റ്റ് എത്ര ഒരു മല കണ്ടില്ല, ആ മലയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മല അങ്ങനെ നമ്മളെ കേരളത്തിലേക്ക് കയറി കേട്ടോ. വെൽക്കം ടു കേരള. നമ്മളങ്ങനെ കേരളത്തിലേക്ക് കയറി കേട്ടോ. വാളയാറായി കേട്ടോ. വാളയാർ കൊച്ചി 154, തിരുവനന്തപുരം 373, പാലക്കാട് 22 കേട്ടോ. നമ്മളങ്ങനെ വാളയാർ RTO ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളായി കേട്ടോ. വാളയാർ RTO ചെക്ക് പോസ്റ്റ് നമ്മളെങ്ങോട്ടും തിരിയണ്ട, ഇതേ വഴി തന്നെ നേരെ തന്നെ പോവാം. 8 മലം തിരിയാണ്ട് നേരെ തന്നെ പോവാം. അങ്ങനെ RTO ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളായി കേട്ടോ. നമ്മളങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തേക്കും തോട്ടങ്ങളെല്ലാം കാണാം. ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാരണത്തിൽ ഈ വഴി പാലക്കാട് ഭാഗത്തില്ല, കോയമ്പത്തൂർ ഭാഗത്തെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വഴി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇതൊക്കെ പറഞ്ഞ് ഇത്രയും വീഡിയോ എടുത്തത് കേട്ടോ. നമ്മുടെ അത്യാവശ്യം ആ ടോളില്ലാതെ പോണ വഴിയാണ്. അപ്പോൾ ആ വഴിയിലേക്ക് എത്തുന്ന ഭാഗങ്ങൾ കാണിക്കാനാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ പിടിച്ചത്. നമ്മളങ്ങനെ വരുമ്പോൾ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും. ആദ്യത്തെ പാലം, അതായത് കേരളത്തിലേക്ക് കയറിയിട്ട് വാളയാർ ചെക്ക് പോസ്റ്റ് RTO ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഫ്ലൈ ഓവർ. നമുക്ക് ആ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ പോകാമായിരുന്നു. ഞാൻ പോകാതെ ഇപ്പോൾ നേരെ തന്നെ പറഞ്ഞിട്ടാ. നമുക്ക് ആദ്യത്തെ ഫ്ലൈ ഓവർ, ഫസ്റ്റ് ഫ്ലൈ ഓവർ കേട്ടോ. ഫസ്റ്റ് ഫ്ലൈ ഓവർ കയറിയിട്ട് ഇറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലൈ ഓവർ തീരാറായി. ആ ഫസ്റ്റ് ആദ്യത്തെ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആദ്യത്തെ പാലം കയറി കേട്ടോ. ഇവിടെ സ്ഥലത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, കനാൽ പിരിവ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടോ, കനാൽ പിരിവ്. ആ ബോർഡ് വെച്ചെടുത്ത് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഇടത്തോട്ട് തിരിയാം. ഇടത്തോട്ട് കണ്ടോ, അവിടെ KSIDC എന്നൊക്കെ ഒരു ബോർഡ് കണ്ടോ. ഈ ഇടത്തോട്ട് തിരിയാം. ഞാൻ ഇത്രയും വലിയ വണ്ടി ആയത് കാരണമാണ് ആ സർവീസ് റോഡ് വഴിക്ക് വരാഞ്ഞത്. കാരണം ഇടത്തോട്ട് തിരിയാൻ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ വരണേ. അപ്പോൾ അത് കാരണം തിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അത് കാരണമാണ് ഞാൻ ഇതിനെ വന്നത്. ഇത്രയും വീതിയുണ്ട് വഴിക്ക്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആകെ ചെല്ലുമ്പോൾ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ തിരിഞ്ഞു പോകും. ഞാനിതിലെ ചെറിയ വണ്ടിയും കൊണ്ട് വരുന്ന വീഡിയോ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇത്രയും വലിയ 14 വീല് വണ്ടി കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളാ തിരിഞ്ഞെടുത്തുന്ന ഒരു 2 കിലോമീറ്റർ താഴെയുള്ളൂ ടോളിലേക്ക് കേട്ടോ. ഈ വഴിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല വീതിയുള്ള വഴികളാണ്, കുഴപ്പമില്ല. പിന്നെ നാട്ടുകാരെ വെറുപ്പിക്കാതെ തിക്കും തിരക്കില്ലാണ്ടൊക്കെ പോവാം. ഇതേപോലത്തെ വളവൊക്കെ ഉണ്ട്. വളവൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മുടെ വണ്ടി സുഖമായിട്ട് തിരിഞ്ഞു കിട്ടും, അതിനുള്ള വീതിയൊക്കെ ഉണ്ട് വഴിക്ക്. പിന്നെ ഹൈറ്റ് ലോഡ് വന്നാലും നമ്മുടെ ക്യാബിൻ ലെവലിലേക്ക് ഒരു 2 അടി ഹൈറ്റിൽ ഉയരത്തിൽ ലോഡ് വന്നാലും ലോഡ് വണ്ടിയും പാസ്സാവും. കാരണം കേബിളുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ ഈ വഴിക്ക് വരുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു പാലുണ്ട് ഇവിടെ, നിലപ്പാലല്ല നിലമ്പതി പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വണ്ടി 2 വണ്ടിയും പാസ്സായി പോകും. ഈ കാറുകളും ഈ വണ്ടികളൊക്കെ ടോൾ കൊടുക്കാതെ വരുന്ന വണ്ടികളാണ്. ഇത് കണ്ട ഒരു നിലമ്പതി പോലത്തെ ഒരു നിലമ്പതി ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ നിലമ്പതി ഒന്നും നമ്മുടെ വണ്ടിക്ക് വിഷയമുള്ള കാര്യമല്ല കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി തിരിഞ്ഞു കിട്ടും. ആ നിലമ്പതി തിരിഞ്ഞു കഴിയുമ്പോൾ ഈ ഇപ്പം നമ്മളാ കയറി ഒരു കയറ്റം മാത്രം ഒരു ചെറിയൊരു വിഷയമുണ്ട്. അതെന്നാലും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് കയറിപ്പോവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളവുകളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇതാണ് ഇങ്ങനത്തെ വളവുകളൊക്കെ ഉള്ളു, വലിയ കനാലത്തിലുള്ള നമ്മുടെ ചുരത്തിലെ പോലത്തെ വലിയ വളവൊന്നുമില്ല. നമ്മുടെ വണ്ടി 14 വീല് വണ്ടി തിരിഞ്ഞു കിട്ടാത്ത വളവൊന്നുമില്ല. ഞാൻ എൻ്റെ ചെറിയ വണ്ടി കൊണ്ട് വരുന്ന വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ വരണം അടുത്ത വണ്ടി 12 വീലാണ് പറഞ്ഞോ. 12 വീല് വണ്ടി പോകണം കേട്ടോ. 2 വണ്ടി ഉണ്ട്, നമ്മൾ 2 വണ്ടി വന്നപ്പോൾ പാസ്സായി പോയത് കണ്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വന്നത് ഒരു 12 വീല് വണ്ടിയാണ്, 2 വണ്ടി സിമ്പിളായിട്ട് പാസ്സായി പോയി. അഹല്യ ക്യാമ്പസ് ഐ പാലക്കാട്. നമ്മളങ്ങനെ മെയിൻ റോഡിൽ ഭാഗങ്ങളിലേക്ക് എത്താറായിട്ടാ. മെയിൻ റോഡിന്റെ ഭാഗങ്ങളിലേക്ക് എത്താറായി. നമ്മളങ്ങനെ വേലന്താവളത്ത് എന്ന് പറഞ്ഞ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടാ. വേലന്താവളത്ത് എന്ന് പറഞ്ഞ വഴിക്ക് എത്തി. നമ്മൾ ഈ വഴിക്ക് നമ്മൾ വലത്തോട്ട് പോവാം. വലത്തോട്ട് പോയി 2 കിലോമീറ്റർ നമ്മൾ ഹൈവേ, നമ്മൾ വന്ന ഹൈവേ തന്നെ വന്ന് കയറും. നമ്മളിപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോവാം. വലത്തോട്ട് പോവാം. നമ്മളങ്ങനെ ഹൈവേയുടെ ഭാഗത്തേക്ക് ആയിട്ടാ. നമ്മളിപ്പോൾ ഹൈവേയുടെ ഭാഗത്തേക്ക് എത്തി. മുമ്പിൽ കാണുന്നതാണ് ഹൈവേ. നമ്മളങ്ങനെ ഹൈവേയിലേക്ക് എത്തിട്ടാ. ഹൈവേ എത്തി നമ്മള്. പോട്ടെ കാറുകാരെ എന്തിനാണോ കാണിക്കണേ. സിഗ്നൽ റെഡാക്കിയോ. അങ്ങനെ നമ്മൾ ഹൈവേയിൽ വന്ന് കയറിട്ടാ. അപ്പൊ നമുക്ക് പുറകില് ഒരു ടോള് നമുക്ക് ലാഭം കിട്ടി. 600 എങ്ങനെ പോയാലും നമ്മുടെ ചെറുവണ്ടിക്കായിട്ട് 300 ഉണ്ട്. അപ്പൊ ഈ വണ്ടിക്ക് 600 ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ വഴിക്ക് വന്നത് കാരണം നമുക്കൊരു 4 കിലോമീറ്റർ നമ്മൾ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. 4 കിലോമീറ്റർ കൂടുതൽ ഓടിയാലും നമുക്ക് 600 നമുക്ക് ലാഭം കിട്ടി. അപ്പോൾ ഇതാണ് ആ വഴി. ഇതാണ് നമ്മൾ ഹൈവേയിലേക്ക് വന്ന് കയറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പം നേരെ ഞാൻ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് നാളെ പുലർച്ചെ എനിക്ക് ലോഡ് കയറ്റാൻ പോകാം.